മക്കളെ, ഇന്ന് നമുക്ക് സാമാന്യ വർത്തമാനകാൽ നോക്കാം. അതായത് സിമ്പിൾ പ്രസന്റ് ടെൻസ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വർത്തമാനകാൽ പരിചയപ്പെട്ടതാണ്. വർത്തമാനകാൽ അതുപോലെ ഭൂതകാൽ രണ്ടൊന്ന് പരിചയപ്പെട്ടു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഓരോ കാലവും വിശദമായിട്ട് പഠിക്കുകയാണ്. അതായത് സാമാന്യ വർത്തമാനകാലാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. സിമ്പിൾ പ്രസന്റ് ടെൻസ്. ഇതിൽ നമ്മൾ ഓരോ സെൻറ്റൻസിലും മേം വരുന്നതും അതുപോലെ തന്നെ തും വരുന്നതും നമ്മൾ ആദ്യം തന്നെ നോക്കണം. മേം എന്ന് വരുന്ന സമയത്ത് സെൻറ്റൻസിന് ലാസ്റ്റ് എന്താണ് മാറ്റം വരുന്നത്? മേം വരുമ്പോൾ ഹും എന്നാണ് മാറുന്നത് അല്ലേ? അതായത് ക്രിയാധാതു എങ്ങനെയാണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. കാണാത്തവരുണ്ടെങ്കിൽ കാണണം, മുമ്പത്തെ വീഡിയോ കാണാം. ക്രിയാധാതു പ്ലസ് താ, തേ, തീ അങ്ങനെയാണ് വരിക. ക്രിയാധാതുവിൻ്റെ കൂടെ താ എന്ന് ചേർത്തിട്ടുണ്ട്. അപ്പം ലിഖ്ത ഹും, ലിഖ്തി ഹും രണ്ടും പറയൂ കേട്ടോ. സ്ത്രീലിംഗാണ് തീ വരുമ്പോൾ, താ വരുമ്പോൾ പുല്ലിംഗാണ്. പുല്ലിംഗം ഏകവചനമാണ് താ. ലിഖ്ത ഹും അതുപോലെ തന്നെ ലിഖ്തി ഹും. മേം വരുമ്പോഴാണ് ഹും ചേർക്കുന്നത്. മേം കർത്താവായി വരുമ്പോഴാണ് നമ്മൾ എപ്പോഴും സെൻറ്റൻസിൽ എന്ത് ചെയ്യുന്നത്? ഹും എന്ന് ചേർക്കുന്നത്. മേം കർത്താവായി വരുമ്പോൾ ഹും എന്ന് ചേർക്കുന്നു. ക്രിയാധാതു പ്ലസ് ത, ക്രിയാധാതുവിൻ്റെ കൂടെ താ എന്ന് ചേർക്കാം. താ ഹും. ക്രിയാധാതു പ്ലസ് തീ, തീ ഹും. ഓക്കെ, അപ്പോൾ ഈ സെൻറ്റൻസ് നമുക്ക് വായിച്ചു നോക്കാം. മേം ഹിന്ദി പഠിത്താ ഹും. മേം ഹിന്ദി ലിഖ്താ ഹും. ഞാൻ ഹിന്ദി എഴുതുന്നു. മേം ഹിന്ദി ലിഖ്താ ഹും. ഞാൻ ഹിന്ദി എഴുതുന്നു. ഇനി അടുത്തത് മേം കാം കർത്തി ഹും എന്നാണ്. ക്രിയാധാതുവിൻ്റെ കൂടെ തീ എന്നും ചേർക്കാം. സ്ത്രീലിംഗത്തിൽ തീ ചേർക്കാമെന്ന് പറഞ്ഞതാണ് അല്ലേ? അപ്പം മേം വന്നതുകൊണ്ടാണ് ഹും എന്ന് വന്നത്. മേം കാം കർത്തി ഹും. ഞാൻ ജോലി ചെയ്യുന്നു. ഞാൻ ജോലി ചെയ്യുന്നു. ക്രിയാധാതുവിൻ്റെ കൂടെ താ, തേ, തീ എന്ന് ചേർക്കുക. മേം വരുമ്പോൾ ഹും എന്ന് ചേർക്കണം. ബാക്കി തും വരുമ്പോൾ എന്താണ് ചേർക്കേണ്ടതെന്ന് അടുത്തത് പറഞ്ഞു തരാം. മേം വരുമ്പോഴാണ് നമ്മൾ എന്ത് ചേർക്കേണ്ടത്? ഹും എന്ന് ചേർക്കേണ്ടത്. ക്രിയാധാതുവിൻ്റെ കൂടെ താ എന്നും തീ എന്നും താ എന്ന് ചേർക്കും. ക്രിയാധാതു പ്ലസ് താ എന്ന് ചേർക്കും. അതുപോലെ തന്നെ ക്രിയാധാതുവിൻ്റെ കൂടെ താ, തേ ചേർക്കും. പിന്നെ ക്രിയാധാതുവിൻ്റെ കൂടെ തീ എന്ന് ചേർക്കും. ഓക്കെ, മേ വരുമ്പോൾ ഇതിൻ്റെയൊക്കെ കൂടെ ചേർക്കല്. മേ വരുമ്പോൾ ഹും എന്ന് ചേർക്കുക. മേ വരുമ്പോൾ ഹും ചേർക്കണം. ഇനി അടുത്തത് നോക്കാനുള്ളത് തും ആണ്. തും വരുന്ന സമയത്താണ് നമ്മൾ എന്ത് ചേർക്കുന്നത്? തേ. തും വരുന്ന സമയത്താണ് ക്രിയാധാതുവിൻ്റെ കൂടെ തേ ചേർക്കുന്നത്. ക്രിയാധാതു പ്ലസ് തേ. പിന്നെ ഹോ. നമ്മൾ നേരത്തെ പഠിച്ചു മേം വരുമ്പോൾ ഹും ആണെന്ന്. തും വരുമ്പോൾ എന്താണ് വരുന്നത്? തും വരുമ്പോൾ ഹോ എന്നാണ് വരുന്നത്. തും വരുമ്പോൾ എന്താണ്? ഹോ എന്നാണ് വരുന്നത്. തും കഹാനി സുൻതേ ഹോ. തും കഹാനി സുൻതേ ഹോ. തും കഹാനി സുൻതേ ഹോ. തും വന്നതുകൊണ്ടാണ് ഇവിടെ തേ ഹോ എന്ന് വന്നത്. സുൻതേ ഹോ, നിങ്ങൾ കഥ കേൾക്കുന്നു. തും കഹാനി സുൻതേ ഹോ. നിങ്ങൾ കഥ കേൾക്കുന്നു. ഇത് നിങ്ങൾ ഓരോന്നും ഇങ്ങനെ തന്നെ പഠിച്ചു വെക്കണം. തും വരുമ്പോൾ തേ ഹോ എന്ന് വരും. മേ വരുമ്പം താ ഹും, തീ ഹും. സ്ത്രീലിംഗത്തിൽ തീ ഹും, പുല്ലിംഗത്തിൽ താ ഹും. ഓക്കെ, തും വരുമ്പോൾ തേ ഹോ. തും അച്ഛേ ലടുക്കേ ഹോ. നീ നല്ല കുട്ടിയാകുന്നു. തും വന്നതുകൊണ്ട് എന്താ വന്നത്? ഹോ എന്ന് വന്നു. ഇനി അടുത്തത് തും കിതാബ് പഠിത്തീ ഹോ. തും വന്നപ്പോൾ ഹോ എന്ന് വന്നു. പഠിത്തി, താ, തേ, തീ വരും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലേ? തും കിതാബ് പഠിത്തീ ഹോ. ക്രിയാധാതു പ്ലസ് താ, തേ, തീ. നിങ്ങൾ പുസ്തകം വായിക്കുന്നു. ഇനി നമ്മൾ ഹേ, താ, തേ, തീൻ്റെ കൂടെ ഹേ എന്നും ഹേം എന്നും ചേർക്കും ബഹുവചനത്തിൽ. അതായത് ഹം ഒക്കെ വരുമ്പോൾ, ഹം വരുമ്പോൾ, വേ വരുമ്പോൾ ഒക്കെ നമ്മളെന്താണ്? ഹം സെൻറ്റൻസിൽ വരികയാണ്.
അപ്പോൾ അതിൽ നമ്മൾ ലാസ്റ്റ് എന്താണ് ചേർക്കുന്നത്? ഹേ. ഹേം. ഇവിടെ അങ്ങനെ ഒരു കുത്തുണ്ടാവും കേട്ടോ, ഒരു ഡോട്ട് ഉണ്ട് അവിടെ. ഹേം. ഏകവചനത്തിൽ ഹേ എന്ന് ചേർക്കും. ഏകവചനത്തിൽ ഹേ. അപ്പോൾ ഈ സെൻറ്റൻസിൽ തും കഹാനി സുൻതേ ഹോ എന്ന് നമ്മൾ സെൻറ്റൻസ് പഠിച്ച്, അതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ ഹം എന്നാണ് വിചാരിക്കാം. ഹം കഹാനി സുൻതേ ഹേ. ഹം കഹാനി സുൻതേ ഹേ എന്ന് വരും. ഹേം. ഹേ എന്ന് വരും. പിന്നെ അതുപോലെ തന്നെ ഹേ വരുന്നതും. ഹേ. ഓരോ സെൻറ്റൻസിലെ ലാസ്റ്റ് ഹേ വരുന്നതും ഹേം വരുന്നതും. അപ്പോൾ നമ്മൾ നോക്കേണ്ട കാര്യം, ക്രിയാധാതുവിൻ്റെ കൂടെ ക്രിയാധാതു പ്ലസ് താ തേ തി, മേം വരുമ്പോൾ ഹും, തും വരുമ്പോൾ ഹോ, പിന്നെ ബഹുവചനത്തിൽ ഹേ ഹേം. ഓക്കെ. ഹേ എന്നും ഹേം എന്നും ചേർക്കും. പുല്ലിംഗം ഏകവചനത്തിൽ ഹേ എന്നും ബഹുവചനത്തിൽ ഹേം എന്നും ചേർക്കും. സെൻറ്റൻസിൻ്റെ ലാസ്റ്റ് ചേർക്കുന്ന കാര്യമാണ് പറഞ്ഞത് കേട്ടോ. അപ്പം നമ്മൾക്ക് ഒന്നുകൂടെ നോക്കാം. മേം വരുമ്പോൾ ഹും എന്ന് ചേർക്കുക, പിന്നെ തും വരുമ്പോൾ ഹോ എന്ന് ചേർക്കുക, ബഹുവചനത്തിൽ ഹേം എന്ന് ചേർക്കുക, ഹേ, പിന്നെ ഹേ. ഓക്കെ. ഏകവചനത്തിൽ ഹേ എന്ന് ചേർക്കുക. അപ്പം അതിൻ്റെ സെൻറ്റൻസ് ലാസ്റ്റ് വരുന്നത് ഹും, ഹോ, ഹേ, ഹേം അങ്ങനെയാണ് വരിക. ക്രിയാധാതുവിൻ്റെ കൂടെ താ തേ തി എന്ന് വരും. ക്രിയാധാതു പ്ലസ് താ തേ തി. സിമ്പിൾ പ്രസൻറ്റ് ടെൻസിന് വരുന്ന മാറ്റം, അതായത് സാമാന്യ വർത്തമാനകാല രൂപത്തിലേക്ക് മാറുമ്പോൾ ക്രിയാധാതു പ്ലസ് താ തേ തി, മേമിൽ ഹും എന്നും തും വരുമ്പോൾ ഹോ എന്നും, പുല്ലിംഗം ഏകവചനത്തിൽ ഹേ എന്നും ബഹുവചനത്തിൽ ഹേം എന്നും സെൻറ്റൻസിൽ വരും. ഓക്കെ. അത്രയാണ് സാമാന്യ വർത്തമാന കാല രൂപത്തിൽ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട കാര്യം. സാമാന്യ വർത്തമാന കാലരൂപം ക്രിയാധാതു പ്ലസ് താ തേ തി, ഹും, ഹോ, ഹേ, ഹേം. ഓക്കെ.